Hi friends, welcome to Shameeskitchen. എല്ലാവർക്കും സുഖാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ നോമ്പുതുറ ജ്യൂസ് ആണ്. വളരെ ടേസ്റ്റി ആയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. എന്നാൽ ശരി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. പിന്നെ ഒരു കാര്യം കൂടി നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ഷമീസ് കിച്ചൻ്റെ തൊട്ടടുത്തുള്ള ചുമന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി, എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ ജ്യൂസ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ക്യാരറ്റാണ്. ഞാനിപ്പോൾ ഒരു 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. വലിയ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ സാധാരണ ക്യാരറ്റ് ജ്യൂസ് തയ്യാറാക്കുന്നതിൽ നിന്നും ഒരല്പം വ്യത്യസ്തമായിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പോൾ കുറച്ച് കളറുള്ള ക്യാരറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ജ്യൂസ് നല്ല കളറായിട്ട് കിട്ടും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഇത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക എന്നുള്ളതാണ്. കുറച്ച് വെള്ളത്തിൽ നമുക്കിത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഫസ്റ്റ് ഞാനിപ്പോൾ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഒരുപാട് സമയമൊന്നും നമ്മളിത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. വെറും ഒരു 2 മിനിറ്റ് മാത്രം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വേവിച്ചെടുക്കേണ്ട എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ക്യാരറ്റൊക്കെ കിട്ടും. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ഈ ജ്യൂസിന്. അതിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ ഇതുപോലെ വേവിച്ചെടുക്കുന്നത്. ഇതിപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ക്യാരറ്റ് ഒരുപാട് കുക്കാവേണ്ട ആവശ്യമില്ല. ചെറിയ രീതിയിലൊന്ന് ചെറുതായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടിയാൽ മതിയാവും. അപ്പോൾ ഇത് ഇത്രയും മതിയാവും. നമുക്കിനി ഇത് എടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് റൂം ടെമ്പറേച്ചറിൽ തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഒരല്പം പോലും ചൂടില്ലാതെ വേണം നമ്മളിത് എടുക്കാനായിട്ട്. എന്നാൽ ശരി ഇത് നല്ലതുപോലെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ട് നന്നായിട്ടൊന്ന് തണുത്തിട്ട് വരട്ടെ. നമ്മുടെ ഈ ക്യാരറ്റ് എല്ലാം നല്ലതുപോലെ തണുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇതിൻ്റെ കൂടെ തന്നെ പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 5 ഈന്തപ്പഴമാണ്. അപ്പോൾ ഈ ഈന്തപ്പഴം ഞാനൊരു അരമണിക്കൂർ മുമ്പേ വെള്ളത്തിലിട്ട് നല്ലതുപോലെ കുതിർത്തെടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളിത് തുടങ്ങുന്നതിന് മുന്നേ വെള്ളത്തിലിട്ട് ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കണം. അതുപോലെ തന്നെ കുറച്ച് കാഷ്യൂനട്ടും വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ കാഷ്യൂനട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ പകരം നമുക്ക് നിലക്കടല ചേർത്താലും മതിയാവും. നമ്മൾ ഈ ജ്യൂസിലേക്ക് ചേർക്കുന്ന എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് വേണം ചേർക്കാനായിട്ട്. അതിൻ്റെ പേരിലാണ് നമ്മളിങ്ങനെ വെള്ളത്തിൽ വെച്ച് കുതിർത്ത് എടുക്കുന്നത്. എന്നാൽ ശരി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഈന്തപ്പഴത്തിൻ്റെ കുരു എല്ലാം മാറ്റിയ ശേഷം വേണം നമ്മളിതിലേക്ക് ചേർക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പാലാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ തിളപ്പിച്ച് തണുപ്പിച്ചെടുത്ത പാലാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അതുകൂടി ചേർക്കാം. കൂടെ തന്നെ ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള മധുരം കൂടി ചേർക്കാം. മധുരമെല്ലാം നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് ചേർത്താൽ മതിയാവും. ഫൈനലി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചത് കൂടി ചേർത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഏലക്കയുടെ നല്ലൊരു ഫ്ലേവറൊക്കെ നമുക്കിതിൽ കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് തിക്കായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പാല് ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് വീണ്ടും ബ്ലെൻഡ് ചെയ്തെടുക്കണം. കാരണം ഇത് നല്ല തിക്കായിട്ട് കുടിക്കാനായിട്ട് അത്ര ഒരു രസം ഉണ്ടാവില്ല. ചെറിയൊരു മീഡിയം തിക്കായിട്ട് വേണം നമ്മളിത് എടുക്കാനായിട്ട്. എന്നാൽ ശരി ഞാനിത് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. നമ്മുടെ ജ്യൂസ് ഇപ്പോൾ ഞാൻ നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നല്ല സ്മൂത്തി ആയിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് തിക്കൊന്നും ആകാതെ കറക്റ്റായിട്ടാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. ഇത്രയും മതിയാവും. ഈ ഒരു രീതിയിൽ തന്നെ നമുക്കിത് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തേക്കണം. എന്നാൽ ശരി നമുക്കിനി ഇതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ഗ്ലാസ്സിലേക്ക് ഞാനിപ്പോൾ കുറച്ച് പുതിനയിലയും കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മുടെ ജ്യൂസിന് സെർവ് ചെയ്യുന്നത്. ഫൈനലി ഇതിന് മുകളിലായിട്ട് നമുക്ക് എന്തെങ്കിലും നട്ട്സ്, എന്തെങ്കിലും ബദാമിൻ്റെ നട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മിക്സഡ് ക്യാരറ്റ് ജ്യൂസ് നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഉറപ്പായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് നല്ലതുപോലെ ഇഷ്ടമാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.